പാർട്ടിക്കുള്ളിൽ ജനാധിപത്യത്തിനു വേണ്ടി പോരാടിയ ആളുകളാണ് പി കെ ശശിയും താനുമെന്ന് ശശി തരൂർ എം പി. ഒറ്റപ്പാലത്തെ പി കെ ശശിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലായിരുന്നു തരൂരിന്റെ പ്രസംഗം. പാർട്ടിക്കുള്ളിൽ ജനാധിപത്യപരമായ ശബ്ദമുയർത്തുന്നതിൽ തങ്ങൾ ഇരുവരും പരാജയപ്പെട്ടുവെന്നും തരൂർ പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് തന്നെ പാർട്ടി പ്രവർത്തക സമിതി അംഗമാക്കിയപ്പോൾ പി കെ ശശിയെ CPIM പുറത്താക്കിയെന്നും തരൂർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജനാധിപത്യത്തിന് വേണ്ടി വാദിച്ചു. അദ്ദേഹം നല്ല നഷ്ടപ്പെടുത്തിട്ട് ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചു. ഞാനും എന്റെ പാർട്ടിയുടെ അകത്ത് അത് ചെയ്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ. രണ്ടാളും ഞങ്ങളുടെ രീതിയിൽ പരാജയപ്പെട്ടു. പക്ഷേ എന്റെ പാർട്ടി എന്നെ ഏകീകരിച്ച് അംഗമാക്കി അദ്ദേഹത്തിന്റെ പാർട്ടി നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് നമ്മളുടെ അടുത്തേക്ക് അയച്ചു തന്നു. ഐക്യ ജനാധിപത്യം നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ മാറുക. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, ഗംഭീര പ്രസംഗമാണ് ശശി തരൂർ വേദിയിൽ നടത്തിയത്. രൂക്ഷ വിമർശനവും ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്തായിരുന്നു സാഹചര്യം? അതായത് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ഒറ്റപ്പാലത്ത് എത്തുകയും CPM വിട്ട പി കെ ശശിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തുന്നത്. പി കെ ശശി വർഗവഞ്ചകനാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ അന്ന് മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തിരുന്നു. ഇത് ഒരു മറുപടി എന്നോളം പി കെ ശശി ഇന്ന് ഒറ്റപ്പാലത്ത് ആദ്യഘട്ടത്തിൽ സംസാരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് താൻ. അത്തരത്തിലുള്ള പോരാട്ടത്തിന്റെ പേരിലാണ് താൻ വർഗവഞ്ചകനാകുന്നതെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ അത്തരത്തിലുള്ള പേര് വിളിച്ചോളൂ എന്ന രീതിയിലുള്ള ഒരു മറുപടി പി കെ ശശി പറയുന്നു. തൊട്ട് പിന്നാലെ തന്നെ ശശി തരൂരും രംഗത്തേക്ക് എത്തി സമാന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുകയായിരുന്നു. താനും പി കെ ശശിയും പേരിൽ മാത്രമല്ല സാമ്യം, രണ്ടുപേരും അവരവരുടെ പാർട്ടിയിൽ ജനാധിപത്യത്തിന് വേണ്ടി പോരാടി. പക്ഷേ താൻ തന്റെ പാർട്ടിയിൽ സംരക്ഷിക്കപ്പെട്ടു, പാർട്ടി തനിക്ക് പ്രവർത്തക സമിതി അംഗമാക്കി, പക്ഷേ പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇന്ന് ഒറ്റപ്പാലത്ത് നടന്ന UDF പരിപാടിക്കിടയിൽ ശശി തരൂരും പറഞ്ഞത്. അങ്ങനെ CPM-നെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാം പൂർണ്ണമായി വിമർശിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു UDF ഈ വേദിയിൽ കണ്ടത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.